ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പം നമ്മളുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസ് എന്താണെന്നുള്ളതാണ്. സോ വേരിയബിൾസ് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഞാനൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക ഫയൽ? ഈ ന്യൂ ഫയൽ വരിക, എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, variables.py എന്ന് പറഞ്ഞു. എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് എന്താണ്, variables.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആയി. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, കോഡ് ചെയ്യാനുള്ള ഒരു സർക്കംസ്റ്റൻസ് VS കോഡ് ഒരു പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ്, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഹലോ വേൾഡ് നമുക്ക് എന്താണ്, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലും നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നമുക്കിവിടെ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഞാൻ എന്ത് പറയുകയാണ്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ റൺ ചെയ്തു. റണ്ണ് ചെയ്യുമ്പോൾ എന്താണ് പൈതൺ ചെയ്തത്, ഡയറക്റ്റ് ആയിട്ട് ഈ ഹലോ വേൾഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഔട്ട്പുട്ടായിട്ട് തന്നിട്ടുണ്ട്. ഇനി വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇത് പ്രിന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എന്താണ്, ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിന്റ് ചെയ്യാണില്ലേ. സോ എന്താണ് വേരിയബിൾ? വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീജറോ അല്ലെങ്കിൽ ഒരു ബൂളിയനോ ലിസ്റ്റോ അറേസോ ഡിക്ഷണറീസോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സേവ് ചെയ്ത് വെച്ച് ആ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇൻഫർമേഷനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, വേരിയബിൾ യൂസ് ചെയ്യുക. സോ അത് വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് നെയിമാണ് വേരിയബിളായിട്ട് എടുക്കുന്നത്. ആ വേരിയബിളിലേക്ക് ഒരു നെയിം അസൈൻ ചെയ്യാണ്. ജസ്റ്റ് നമുക്ക് എന്താണ്, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫസ്റ്റ് നെയിം എന്ന് എഴുതിയിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്, സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ എന്താണ്, സിംഗിൾ കോട്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൻ്റെയോ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സ്ട്രിങ്ങിനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ എന്താണ്, സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ അബ്ദുൾ എന്ന് കൊടുത്തു. എന്നിട്ട് എന്താണ്, നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്തത്, പ്രിന്റിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, ഹലോ വേൾഡ് എന്നിട്ടാണ് ചെയ്തല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്യുന്നത് എന്തിനെയാണ്, ഈ എഫ് നെയിമിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ എഫ് നെയിമിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ട്രിങ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മളുടെ ഈ ഒരു ടെർമിനലിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നടക്കുന്ന സംഭവം എന്താ വെച്ചാൽ, ബിഹൈൻഡ് ദ സീനിൽ ഇതെന്താ ചെയ്യുന്നത്, എഫ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ പേര് എഫ് നെയിം ആയിട്ട് സെറ്റ് ചെയ്യുകയും ഈ ഡബിൾ കോട്ട്സിൻ്റെയോ സിംഗിൾ കോട്ട്സിൻ്റെയോ ഉള്ളിൽ കൊടുത്ത വാല്യൂസ് ആ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ സേവ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു മെമ്മറി ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക. ഈ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, എഫ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്യുകയും ആ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ ഈ ഒരു മെമ്മറി വേരിയബിളിലേക്ക് സേവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ആ ഒരു വാല്യൂസിനെ അതിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്തിട്ടുണ്ട്. സോ ഈ എഫ് നെയിം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ എന്താണുള്ളത്, അബ്ദുൾ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ആണുള്ളത്. ഇനി നമുക്ക് എന്താണ്, ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ആ മെമ്മറി ലൊക്കേഷൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ യൂസ് ചെയ്താൽ മതി, എഫ് നെയിം എന്ന് പറഞ്ഞിട്ട്. ആ എഫ് നെയിം പ്രിന്റ് കണ്ടു കഴിഞ്ഞാൽ, പ്രിന്റിൻ്റെ ഉള്ളിൽ ആ എഫ് നെയിം കണ്ടു കഴിഞ്ഞാൽ എഫ് നെയിം ആയിട്ടുള്ള എന്തെങ്കിലും മെമ്മറി അഡ്രസ്സ്, മെമ്മറി ലൊക്കേഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുകയും ആ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിലുള്ള ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ എന്ത് ചെയ്യും, അത് നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് കാണിച്ചു തരികയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇപ്പം എന്താണ്, ഞാൻ ഒന്നും കൂടി പറയുന്നു, എഫ് നെയിം എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആയി. ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, അസൈനിങ് ഓപ്പറേറ്റർ ആണ്. അത് എന്ത് ചെയ്തു, ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ കൊടുത്തത് കാരണം ഇതിനെ സ്ട്രിങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതായത് ആൽഫബറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, സ്ട്രിങ് ആണ്. സോ അതെന്ത് ചെയ്തു, ആ സ്ട്രിങ്ങിനെ എഫ് നെയിം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി സേവ് ചെയ്ത് വെച്ചു.
ഇനി നമ്മൾക്ക് ഈ അബ്ദുൾ എന്ന് പറയുന്നതിനെ നമുക്ക് ആക്സസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അബ്ദുൾ എന്നല്ല ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ നെയിം എന്താണോ ആ മെമ്മറി ലൊക്കേഷൻ്റെ നെയിം എന്താണോ ആ ലൊക്കേഷൻ്റെ നെയിം ഞാൻ എന്ത് ചെയ്തു പ്രിന്റിൻ്റെ ഉള്ളിൽ കൊടുത്ത് ആ പാരന്തസിൻ്റെ ഉള്ളിൽ ആ മെമ്മറി ലൊക്കേഷൻ്റെ നെയിം കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യാണ് ഇതിനെ ഞാൻ ഇവിടെ ക്ലിയർ ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ് അതിനെ റൺ ചെയ്യുമ്പോൾ എന്താണ് നമ്മളുടെ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രിങ് എന്താണോ അതിനെ നമുക്ക് എന്ത് ചെയ്തു ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഈ ഹലോ വേർഡ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോഗ്രാമിലുള്ളതാട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് നമുക്കെന്താ ഇവിടെ റൺ ചെയ്യാം. സോ അബ്ദുൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റി. സോ ഇതാണ് എന്ത് പറയുന്നത് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറയുന്നത് എന്തിനാണ്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, അത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തോ ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട് പൈത്തണിൽ. എന്തൊക്കെയുണ്ട്, ഇതുപോലെ സ്ട്രിങ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ഇൻറ്റിജർ വാല്യൂസ് ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട് ലിസ്റ്റ് ഉണ്ട്, ടപ്പിൾസ് ഉണ്ട്, ഡിക്ഷണറീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്താണ് 1 by 1 ആയിട്ട് നമ്മൾ നോക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് നെയിം ആണ് നമ്മളിവിടെ, സ്ട്രിങ് ആണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഇനി ഞാൻ എന്താണ് ഇപ്പോൾ ഇവിടെ num1 എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ ഒരു വേരിയബിളിൽ ഞാൻ എന്ത് ചെയ്തു 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ അസൈൻ ചെയ്തു. സോ എന്താണ് ബേസിക്കലി എങ്ങനെയാണ് ഉണ്ടാകുക, ഇങ്ങനെയാണ് ഉണ്ടാകുക. എന്ത് ചെയ്യും, നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും 9 എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മളെന്താണ് ഈ എഫ് നെയിമിന് പകരം ഞാനിവിടെ നമ്പ് കൊടുക്കുകയാണ്. നമ്പ് കൊടുത്തിട്ട് നമ്മളെന്താണ് അതിനെ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ 9 എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റി. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റിജർ വാല്യൂ ആണ് അല്ലേ. ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെന്താണ് ഇവിടെ ഈ ഡബിൾ കോഡ്സ് ഇല്ലാതെ നമ്മൾ കൊടുത്ത വാല്യൂസിനെ അതെന്തായിട്ടാണ് എടുക്കുക, ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് എടുക്കുക. സോ നമുക്ക് എന്തെങ്കിലും അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നമ്മളെന്താണ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇനി ഞാൻ എന്ത് ചെയ്തു, num2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ കൊടുത്തു. ആ വേരിയബിളിലേക്ക് ഞാൻ എന്താണ് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. സോ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഉണ്ടാകുക, പുതിയൊരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആയി. എന്താണ് num2 എന്ന് പറഞ്ഞിട്ട് ആ num2 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ എന്താണ് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റിജർ വാല്യൂ സേവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഇവിടെ num2 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. num2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ num2ൻ്റെ വാല്യൂ എന്താണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി ഞാനിവിടെ num1 num+num2 എന്ന് പറയുകയാണെങ്കിൽ ഈ നമ്മിനെയും ഈ നമ്മിലുള്ള വാല്യൂവിനെയും ഈ num2 എന്ന് പറയുന്ന ഈ വേരിയബിളിലെ വാല്യൂസിനെയും തമ്മിൽ എന്ത് ചെയ്യും, അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ റൺ ചെയ്തു. സോ നമുക്ക് എന്ത് പറഞ്ഞു, 19 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കിട്ടി. ഇനി ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് പറയാണ്, റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഞാനിവിടെ എന്ത് പറയാണ്, num+num2 എന്ന് പറഞ്ഞു. സോ ഇതെങ്ങനെയാണ് നമ്മളുടെ ബിഹൈൻഡ് ദ സീനിൽ വർക്ക് ചെയ്യുന്നത്. റിസൾട്ട് എന്ന് പറയുന്ന ഒരു പുതിയൊരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ മെമ്മറി ലൊക്കേഷനിലേക്ക് ഈ നം എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂവും num2 എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂവും ആഡ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ആ ഒരു മെമ്മറിയിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. പക്ഷെ എന്താണ് ഇവിടെ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നല്ല, നമ്മളുടെ ഈ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മളുടെ റിസൾട്ട് കിട്ടുന്നത്. സോ ഗൈസ്, ഇത്രയാണ് എന്ത് പറയുന്നത് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് സ്ട്രിങ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, അതൊരു ഡബിൾ കോട്ട്സിൻ്റെയോ സിംഗിൾ കോട്ട്സിൻ്റെയോ ഉള്ളിൽ കൊടുക്കണം. ഇൻറ്റിജർ വാല്യൂസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ കേളി ബ്രാക്കറ്റിൻ്റെയോ സ്ട്രിങ്ങിൻ്റെയോ ഡബിൾ കോട്ട്സിൻ്റെയോ സിംഗിൾ കോട്ട്സിൻ്റെയോ ഒന്നിൻ്റെയും ഉള്ളിൽ കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് ടൈപ്പ് ചെയ്താൽ പൈത്തൺ എന്ത് മനസ്സിലാക്കും, ഈ വേരിയബിളിലുള്ളത് ഇൻറ്റിജർ ആണെന്ന് മനസ്സിലാക്കും. ഇത് ഡബിൾ കോട്ട്സോ
സിംഗിൾ കോട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ പൈത്തൺ എന്ത് മനസ്സിലാക്കും? ഈ ഒരു വേരിയബിളിലുള്ളത് സ്ട്രിങ് ആണെന്ന് മനസ്സിലാക്കും. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ബിഹൈൻഡ് ദ സീനിലും അത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ഇതിനൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട് പൈത്തണിലുള്ള ഓരോ ഡാറ്റ ടൈപ്പുകളെയും നമ്മൾ എന്ത് ചെയ്യും, പരിചയപ്പെട്ട് അത് വെച്ചിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്രം ദ സ്ക്രാച്ചിൽ നിന്ന് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പ്രോ പൈത്തൺ ഡെവലപ്പറായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. സോ ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ക്ലാസ് ഒക്കെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയാലേ നമുക്കിതൊക്കെ കഴിയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. സോ നിങ്ങളെ ഒരു നല്ലൊരു AI സ്പെഷ്യലിസ്റ്റ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയും ഇതിൻ്റെ പിന്നിലുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തീർത്തിട്ടോ ചോദിച്ച് പഠിച്ചിട്ടോ നമ്മളോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും കുറച്ച് റിസ്ക് എടുത്ത് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്വയം ഡെവലപ്പായി വരിക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.